സുധരേട്ടാ, എത്ര ദിവസമായി ഞാൻ ആ സിങ്ക് ഒന്ന് ക്ലിയർ ആക്കി തരാൻ പറയുന്നത്. വെള്ളം ലീക്കായിട്ട് എന്തൊരു വൃത്തികേടെന്നറിയോ അവിടെ. സിങ്കല്ലേ അത് നമുക്ക് ശരിയാക്കാം. അപ്പൊ അതിന് ചെറിയൊരു ഓട്ടയല്ലേ ഉള്ളൂ. അതിന്റെ അടിയിൽ ഒരു ബക്കറ്റ് വെക്കാം. ഈ ഓട്ടോ മറ്റേ സാധനം വെച്ചിട്ട് ഞാൻ അടച്ചിട്ടുണ്ട്. ചെറിയ ലീക്ക് വെള്ളത്തിലേക്ക് ഉണ്ടാവും. എല്ലാവരും ഇപ്പൊ മാറ്റാത്ത. ഇപ്പൊ സിങ്ക് വാങ്ങരുത്, ഭയങ്കര നഷ്ടമായിരിക്കും. ഓണം വരട്ടെ, ഓണത്തിന് എമ്മാതിരി ഓഫറാ. സിങ്കിന് വേണ്ടി മാത്രം ഓഫർ ഉണ്ടാവും. ഓണത്തിന് ഇനി എത്ര കഴിയണോ? അല്ല, അതുവരെ എങ്ങനെയായിട്ട് പോട്ടെ, ഒരു കുഴപ്പമില്ല. ഇനി എന്തെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അന്നേരം ആലോചിക്കാന്ന്. അതൊന്നും വിഷയമല്ല. അതൊക്കെ അതിലും വലുതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാനല്ലേ. വേറെ കാര്യം ചോദിക്കട്ടെ, മറ്റേ സതീഷ് നിങ്ങളടുത്ത് വന്നിട്ട് ആ വഴിയുടെ പ്രശ്നത്തിൽ ഭയങ്കര ചീത്തയൊക്കെ വിളിച്ചിട്ട് പോയല്ലോ. എന്നിട്ട് നിങ്ങളൊന്നും പറയാണ്ടിരിക്കണേ. നീത്തലക്കണ്ടി സതീശനല്ലേ? ആ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ സുഹിത്തിനെ എനിക്ക് മനസ്സിലായിട്ടില്ല. ഓനിപ്പോ കോർപ്പറേഷൻ ഓഫീസ് ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഓന്റെ പീഡിയല്ലേ, ഓന്റെ പീഡിയന്റെ മുന്നില് ഓനാടെ വെള്ളക്കച്ചവടല്ലേ, ആ കംപ്ലീറ്റ് വേസ്റ്റ് വാട്ടർ എങ്ങോട്ടാ പോകുന്നത്, എവിടെയാണ് ഒഴിയുന്നത്, അതിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ചെറിയൊരു പേപ്പർ എഴുതിയിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തു, കോർപ്പറേഷനിൽ അയച്ചു. ഇത്രയും ചെയ്തു. ബാക്കി ഓരായിക്കോളും. ഓൻ എന്നെ മനസ്സിലായിട്ടില്ല. ഞാൻ മുന്നിൽ നിന്ന് ഒരു പരിപാടിയും ചെയ്യില്ല, പിന്നെ കൂടെയുള്ള പരിപാടിയുള്ളൂ. ഓൻ നടക്കും. ഒരു കൊല്ലം ഓന് കയറി ഇറങ്ങി നടക്കേണ്ടത്. ചിലപ്പോ ഓന്റെ പീഡിയന്നെ എടുത്തു പോകും. ആഹാ, ഇന്നോടാ കളി. സംഭവമാണ് അതേപോലെ തന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ ചിരിച്ചു നിൽക്കുക എന്നല്ലാണ്ട് ഒരു എതിരഭിപ്രായം പറയില്ല. ആ ഒരു വല്ലാത്ത കഴിവ് ഞങ്ങളെ. ഞാൻ നീ എത്ര ചീത്ത വിളിച്ചാലും എന്തൊക്കെ പ്രശ്നം പറഞ്ഞാലും ശരി, ആ മുഖത്ത് യാതൊരു എന്താ പറയാ ചിരിച്ച മുഖം അല്ലാതെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അത് നല്ലൊരു ക്വാളിറ്റിയാണ്. അപ്പൊ ഏതായാലും അത്യാവശ്യം 3 ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ട്. ഒരു കാര്യം ചെയ്താ, ഇതിലങ്ങ് ഉപ്പിട്ടുള്ളി. ഇപ്രാവശ്യത്തെ പഞ്ചായത്ത് ഇലക്ഷനുള്ള നോമിനേഷൻ അതിനെനിക്ക് നിങ്ങളാണ് സ്ഥാനാർത്ഥി. അതായത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാലേ നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, ഓണം വരട്ടെ, വിഷു വരട്ടെ എന്നൊക്കെ പറഞ്ഞാൽ നീട്ടിക്കൊണ്ടുപോകുന്നുണ്ടല്ലോ. ഇങ്ങനെ ഒരു 5-6 കൊല്ലം നീട്ടിക്കൊണ്ട് പോകാനുള്ള ഒരു കഴിവ്. പിന്നെ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ സൂത്രത്തിൽ ആരും അറിയാതെ ഉള്ളുക്കൂടൊരു പണി കൊടുക്കല്, സൂത്രത്തിലങ്ങോട്ട് പണി കൊടുക്കുക. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരായിട്ട് ഒരാളോട് പുഞ്ചിരിച്ച മുഖമായിട്ട് ഇങ്ങനെ നിൽക്കുക. ഇത്രയും കഴിവ് മതി ഒരു സ്ഥാനാർത്ഥിയാവാൻ. അതുകൊണ്ട് ഇപ്രാവശ്യം നിങ്ങൾക്ക് നല്ലൊരു രാഷ്ട്രീയ ഭാവി ഞാൻ കാണുന്നുണ്ട്. ഇപ്രാവശ്യത്തെ പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്നോളി, നിങ്ങൾ എന്നെ വിജയിക്കും.